ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ട്രാവലിനെ കുറിച്ചാണ്. യാത്ര എന്ന് പറയുന്നത് നമുക്കൊരു ലഹരിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ യാത്രേനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ യാത്ര ചെയ്ത ആളായതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് യാത്രയെ ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യാനും കുറേ കാഴ്ചകൾ കാണാനും കുറേ ആൾക്കാരെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രത്തോളം യാത്രകളൊന്നും ചെയ്തിട്ടില്ല. ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എവിടെയും യാത്ര പോയതായിട്ടുള്ള ഒരു ഓർമ്മയും എനിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുള്ളത്, നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കല്ലേ നമ്മൾ യാത്ര പോകുന്നത്. നമുക്കറിയില്ലല്ലോ, നമ്മൾ കുഞ്ഞല്ലേ. അപ്പം നമ്മുടെ വിചാരം അത് കുറേ ദൂരെയാണ് എന്നാണ് നമ്മുടെ വിചാരം. നമുക്കറിയില്ല, നമ്മുടെ വീട്ടുകാരുടെ കൂടെയല്ലേ പോവാറുള്ളൂ. അപ്പം അങ്ങനെ സ്കൂളിൽ നിന്ന് പോകുന്ന ഓരോ യാത്രകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പോയത് ആകെ ഒരു യാത്രയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഞാൻ മറന്നുപോയതാണോ എന്നറിയില്ല. ഒരെണ്ണം അത് ഒരു ബീച്ചിലേക്കായിരുന്നു. അത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബീച്ചാണ്. പിന്നെ പക്ഷെ സ്കൂളിൽ കൂട്ടുകാരുടെ കൂടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കൂടെ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത്. ഞാൻ മറക്കാൻ പറ്റില്ല എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നമ്മളെ കൈ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കില്ല ടീച്ചേഴ്സ്. അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കും. അപ്പം നിന്നപ്പോൾ നമ്മളിങ്ങനെ വെള്ളം വന്നിട്ട് തിരിച്ചങ്ങ് പോകുമ്പോൾ അതിൻ്റെ കൂടെ പൂഴിയും മണ്ണും കൂടി മണലും കൂടി അങ്ങോട്ട് പോകുമല്ലോ. അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്ക് എന്തോ സ്ലിപ്പായിട്ട് ഞാൻ വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണിട്ട് പിന്നെ നമ്മൾ ബസ്സിലാണ്, സ്കൂൾ ബസ്സിലാണെന്ന് തോന്നുന്നു, തിരിച്ച് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ നനഞ്ഞത് കൊണ്ട് എന്നെ ബസ്സിൽ ഇരുത്തിയില്ല. എന്നോട് ബസ്സിൽ ഫുൾ നിൽക്കാൻ പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചയൊക്കെ കാണുമ്പോൾ ഞാൻ നനഞ്ഞത് കൊണ്ട് എന്നെ ബസ്സിൽ അവിടെ നിർത്തിച്ചു ടീച്ചേഴ്സ് എല്ലാം കൂടി. അപ്പോൾ എന്താ എൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സ് ഭയങ്കര ഭയങ്കര ആ ഒരു വേദനിച്ചെന്ന് പറയില്ലേ. കാരണം നമ്മൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് അങ്ങനെ തിരമാല കണ്ടപ്പോൾ, ഞാനങ്ങനെ ഒരു കുരുത്തം കെട്ട കുട്ടിയൊന്നും ആയിരുന്നില്ല കുഞ്ഞില്. അതുകൊണ്ട് കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എന്തോ സ്ലിപ്പായിട്ട് വീണതാണ്. അപ്പം നീ വീണതല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ നിന്നാ മതി എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് സംസാരിച്ചു. അങ്ങനെ ഞാൻ ഫുള്ള് നിന്നിട്ടാണ് വന്നത്. ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. അത് മാത്രമാണ് അതൊരു ചെറിയ ക്ലാസ്സിലാണ്, എനിക്ക് തോന്നുന്നു 3-ാം ക്ലാസ്സിലോ അങ്ങനെയോ പഠിക്കുമ്പോഴാണ്. അപ്പൊ അതിനുശേഷം ഞാൻ യാത്രകൾ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജില്ല വിട്ടിട്ട് പഞ്ചായത്ത് വിട്ടിട്ട് പുറത്ത് പോയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഫാമിലി അല്ലായിരുന്നു അങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നു ഒന്നും. പിന്നെ ഓണത്തിനൊക്കെ നമ്മളിങ്ങനെ ഓണത്തിന് വിഷുവിന് അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ പിന്നെ ടൗണിലേക്ക് പോകും. അമ്മേൻ്റെ കൂടെ ടൗണിലേക്ക് പോയിട്ട് അങ്ങനെ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതെടുത്തിട്ട് വരും. പിന്നെ ഈ പറഞ്ഞ ബീച്ചില്ലേ, ദൂരെയായിരുന്നു വിചാരിച്ച ബീച്ച്, ആ ബീച്ചിലേക്കും പോകും. അതാണ് ആകെ പോകുന്ന ഒരു ട്രിപ്പ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്നൊക്കെ ഓരോ ടൂർ പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 7th നിന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോയില്ല. ടീച്ചേഴ്സിന് സമയം വേണമല്ലോ നമ്മളെ കൂടെ വരെ. അങ്ങനെ അതാന്ന് തോന്നും കാരണം അങ്ങനെ പോയില്ല. പിന്നെ 10th ടൂർ പോകുമെന്ന് പറഞ്ഞു. നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടൊക്കെ നിന്ന് അവസാനം 10th എത്തിയപ്പോഴത്തേക്ക് 10th അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ എന്തോ ആയി, അങ്ങനെ ടൂർ പോയില്ല. +2 അതുപോലെ തന്നെ ടൂർ പോയില്ല. പിന്നെ ഡിഗ്രി അത് അപ്പോഴും ടൂർ പോയില്ല. അപ്പൊ ഡിഗ്രി ലാസ്റ്റ് എങ്കിലും ടൂർ പോകുമെന്ന് വിചാരിച്ചാണ്. അപ്പൊ എന്തൊക്കെയൊക്കെയോ റീസൺ, ആരൊക്കെയോ ഫില്ലിങ് ആയില്ല, ആൾക്കാരെ എണ്ണം തികഞ്ഞില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡിഗ്രിയും അത് കഴിഞ്ഞ് PG പഠിച്ചപ്പോഴും ഒന്നും ടൂർ പോയിട്ടില്ല എവിടെയും. എനിക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് വിടില്ല. പോവാത്ത മാത്രല്ല, ഫസ്റ്റ് ചെറിയ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടാവും തോന്നുന്നു ഓർമ്മയില്. പക്ഷെ വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു അങ്ങനെ പോവാനൊന്നും. പിന്നെ 10ൽ അങ്ങോട്ട് പിന്നെ PG വരെ പഠിച്ചപ്പോ എനിക്ക് ടൂർ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ പോയാലും എന്നെ വിടാത്തതും ആവാം ചിലപ്പം. ഞാൻ പോയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോളേജിൽ നിന്ന് ചിലപ്പോൾ അല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ ടൂർ പോയിട്ടുണ്ടാവും. ഞാൻ പോയിട്ടില്ല, കാരണം എന്നെ വിടില്ലായിരുന്നു. പിന്നെ ചില സിറ്റുവേഷനിൽ ടൂർ ക്യാൻസൽ ചെയ്തതും ഉണ്ട്.
എന്തൊക്കെയാണെങ്കിലും ഞാൻ പോയിട്ടില്ല PG വരെ. പിന്നെ അത് കഴിഞ്ഞ് ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ആ ഒരു ജില്ലക്ക് പുറത്ത് കിടക്കുന്നത് തന്നെ. കാരണം തൊട്ടടുത്തുള്ള ജില്ലയാണെങ്കിലും കുറച്ച് ദൂരെ ആണെങ്കിലും ഒക്കെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യേണ്ടി വന്നതുകൊണ്ട് അങ്ങനെയാണ് കുറച്ച് എന്താ ലോകം കാണുന്നതെന്ന് പറയില്ലേ, അങ്ങനെ ഞാന് പോയി തുടങ്ങിയത്. ഇപ്പോഴും എന്റെ ഭയങ്കര ആഗ്രഹമാണ് ടൂർ പോവണം, കുറെ സ്ഥലങ്ങൾ കാണണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമാണ്. എനിക്ക് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ കുറെ സാധനം വാങ്ങലും കുറെ ഫുഡ് കഴിക്കലും ഒന്നും എനിക്ക് ആ ലിസ്റ്റിലേ ഇല്ല. എനിക്കിങ്ങനെ കണ്ടാൽ മതി, കുറെ സ്ഥലങ്ങള് കുറെ ആളുകളെയൊക്കെ എനിക്കിങ്ങനെ കണ്ടാൽ മതി. കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ സാധനം വാങ്ങലും ഫുഡ് കഴിക്കലും അങ്ങനെ ഒന്നും എനിക്ക് ലിസ്റ്റിലേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതുവരെയും ഞാൻ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ. സൗത്ത് ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് പോയൊരു ടൂർ വാഗമണിലേക്കാണ്, ഇടുക്കിയില്. അത് കുറച്ച് നാൾ മുമ്പ് പോയതാണ്. അതിന്റെ ഒരു വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. വാഗമൺ ഇടുക്കി പോണെന്ന് പറഞ്ഞാൽ ഇടുക്കി മൂന്നാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ലാസ്റ്റ് ആണ് വാഗമൺ പോവാൻ, ഇതുവരെ പോയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ട് വാഗമണിലേക്ക് പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. കാരണം കുറേ സ്ഥലങ്ങൾ കാണാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് പോയത്. താമസിക്കുന്ന അവിടെയുള്ള ചേച്ചിയാണ് പറഞ്ഞത് നൈറ്റ് ആകുമ്പോൾ ഫ്ലവർ ഷോ ഉണ്ടാവും, അവിടെ ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടാവും, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് പോയതിൽ വാഗമണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്ഥലമാണ്. കാരണം എനിക്ക് ലൈറ്റിംഗ് സെറ്റപ്പ് നന്നായിട്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റിംഗ് കാണാൻ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ, ഓരോ രീതിയിലൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് ഓരോ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുവാണ്. പിന്നെ വേറൊരു രസമുള്ള ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ അവിടെ വാട്ടർ ഡാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ കാണിക്കാം, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. ഓരോ ഷേപ്പിലാണ് ഇങ്ങനെ വാട്ടർ മുകളിലോട്ട് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് പാട്ടും അതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ അതെങ്ങനെ ഒരു കുറച്ച് ടൈം, ഒരു 10 മിനിറ്റോളം അത് പ്ലേ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നൈറ്റ് അതാണ് ഒരു പരിപാടി മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പിറ്റേന്ന് വാഗമൺ മെഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള മൊട്ടക്കുന്ന് എന്നാണ് പറയുന്നത്, മൊട്ടക്കുന്ന്, തങ്കൽപ്പാറ, അവിടെയൊക്കെ പോയായിരുന്നു. അവിടെയൊക്കെ അത് അവിടെ മെയിൻ ആയിട്ട് വ്യൂ കാണാൻ തന്നെയാണ്. നമ്മൾ മുകളിൽ നിന്നിട്ട് വാഗമണിന്റെ ആ വ്യൂ കാണൽ തന്നെയാണ് ഇവിടെയൊക്കെ ഇമ്പോർട്ടന്റ്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, ഉച്ചക്കായിരുന്നു പോയത്, ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് അതിന്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും അഡ്വഞ്ചർ പാർക്കിലേക്ക് തന്നെയാണ് പോയത്. അഡ്വഞ്ചർ പാർക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഫ്ലവർ ഷോ, അത് നൈറ്റ് ആണ്, അത് ഈവനിങ് ടു നൈറ്റ് ആണ്. പിന്നെ ഇപ്പുറം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ഉള്ളത് അത് മോർണിംഗ് ആണ് ഓപ്പൺ ആവുന്നത്. അതൊരു 6 വരെ അങ്ങനെ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ആ ബ്രിഡ്ജൊക്കെ ഉള്ള അഡ്വഞ്ചർ പാർക്ക്, അതിൻ്റെ ഉള്ളിലാണ് ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, സിപ്പ് ലൈന്, അതുപോലെ പിന്നെ സൈക്ലിങ്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ കുറേ ടൈപ്പ് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് അവിടെയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഞാനങ്ങനെ കൂടുതലായിട്ടുള്ള ഇതിലൊന്നും കയറും അത് എക്സ്പ്ലോർ ചെയ്യണം എന്നൊന്നും എനിക്കില്ല. എനിക്കെല്ലാം കണ്ടാൽ മതി. എനിക്ക് കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് കാര്യം. എല്ലാം നമുക്ക് കണ്ണിനെ കൊണ്ട് നമ്മൾ ആ ഒരു കാണുക, അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അധികം ഒന്നും കയറിയിട്ടൊന്നുമില്ല, കുറച്ച് സ്ഥലങ്ങളിൽ കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു സ്ഥലം തന്നെയാണ്. കാരണം കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരിക്കൽ വാഗമൺ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്, ഇങ്ങനെ ട്രാവലായിട്ട് വന്നതല്ല. പക്ഷെ അന്നേരം കുറച്ച് സ്ഥലങ്ങളിൽ പോയി. പക്ഷെ അന്നേരം ഈ അഡ്വഞ്ചർ പാർക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയും ഇതില്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ വന്നപ്പോ നല്ല രീതിയിൽ അത് യൂസ് ആയ പോലെയാണ് തോന്നിയത്. ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, ഉള്ള ഒരു സ്ഥലമായിട്ട് വാഗമൺ എനിക്ക് തോന്നിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സ്ഥലമായിട്ട് വാഗമൺ തോന്നിയിട്ടുണ്ട്. ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ലൈഫിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ എന്താ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ അതിനുള്ള പൈസയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചെറിയ ചെറിയ, ഇപ്പൊ നമ്മളൊരു ജില്ലയിലാണ്, ആ ജില്ല ഫസ്റ്റ് കാണുക. പിന്നെ അത് കഴിഞ്ഞ് കേരളം ആണെങ്കിൽ കേരളം കാണുക. പിന്നെ സൗത്ത് ആണെങ്കിൽ സൗത്ത്, അങ്ങനെ നമ്മൾ കണ്ട് കണ്ട് കണ്ട്
നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്, നമ്മളെ അതൊരു ഇഷ്ടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് തന്നെ നമുക്ക് ഓരോന്നിനും നമ്മൾ പൈസ മാറ്റി വെക്കുന്ന പോലെ നമ്മൾ അതിന് മാറ്റി വെച്ച് തുടങ്ങും. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഓർമ്മകളും എപ്പോഴും സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് വയ്യാതായി നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴും നമ്മൾ എവിടെയും പോവാതെ നമ്മുടെ ജോബ്, വീട്ടിലെ കാര്യങ്ങള്, അങ്ങനെ തിരക്ക്, അങ്ങനെ മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല, ചിന്തിക്കാനൊരു ഓർമ്മകളും ഉണ്ടാവില്ല. നമ്മള് ഇത് മാത്രം ചിന്തിച്ച് എത്ര കാലം എന്ന് വെച്ചാൽ നിൽക്കുക, അപ്പൊ നമുക്ക് മടുക്കും. എന്നുവെച്ചാൽ നമുക്ക് ആരോഗ്യമില്ല പുറത്തിറങ്ങി പോവാനും ഒന്നും. അപ്പൊ ഇത്രയും കുറേ ഓർമ്മകൾ, നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ലൈഫിന് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കുറെ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ട്. പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളും അതുപോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുവാണ്. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.